ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കുടുംബ കോടതി നിലവിൽ വന്നത് ശാസ്താംകോട്ട, കൊല്ലം. വിവാഹമോചനം തുടങ്ങിയ കുടുംബപരമായ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി 1984 കുടുംബ കോടതി നിയമപ്രകാരമാണ് ഈ കോടതികൾ സ്ഥാപിച്ചത്. പട്ന ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് പവൻ കുമാർ ഭീമപ്പ ഭജന്ത്രി. പട്ന ഹൈക്കോടതിയിലെ 46ാമത് ചീഫ് ജസ്റ്റിസാണ് അദ്ദേഹം. പ്രവാസി മലയാളികൾക്കും വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുമായി നോർക്ക റൂട്ട്സ് ആരംഭിച്ച പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നോർക്ക കെയർ. ഈ പദ്ധതി പ്രകാരം ഗുണഭോക്താക്കൾക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും 10 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസും ലഭിക്കും. നിലവിലുള്ള രോഗങ്ങൾക്ക് ചികിത്സാ പരിരക്ഷ ലഭിക്കാൻ കാത്തിരിപ്പ് കാലാവധി ഇല്ല എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷത. 2025 കൊറിയയുടെ പരമോന്നത സാഹിത്യ ബഹുമതിയായ പാക് കോങ്നി സമ്മാനം നേടിയ ഇന്ത്യൻ സാഹിത്യകാരൻ അമിതാവ് ഘോഷ്. ദക്ഷിണ കൊറിയയിലെ പ്രശസ്ത നോവലിസ്റ്റായിരുന്ന പാക് കോങ്നിയുടെ പേരിലാണ് ഈ പുരസ്കാരം. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് അമിതാവ് ഘോഷ്. 2018 ജ്ഞാനപീഠ പുരസ്കാരം നേടിയപ്പോൾ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഈ ബഹുമതി ലഭിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. പ്രശസ്ത കൃതികളാണ് ദ ഗ്ലാസ് പാലസ്, ദ സീ ഓഫ് പോപ്പീസ്.